നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് അവധിയായിരുന്നു. മെയ് ദിനം പ്രമാണിച്ച് കഴിഞ്ഞ ഒരാഴ്ച യഥാർത്ഥത്തിൽ മറ്റേ യുദ്ധത്തിൻ്റെ ഒരു ഭയപ്പാടിലാണ് വിപണി എന്ന് വേണമെങ്കിൽ പറയാം. ഭീകരാക്രമണത്തെ തുടർന്ന് യുദ്ധഭീതിയിൽ ഇടിഞ്ഞ മാർക്കറ്റ് അത് കവർ ചെയ്യപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ 24,334 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ സ്റ്റേബിളായിട്ട് ഫ്ലാറ്റായിട്ട് തന്നെയാണ് ട്രേഡിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിപണി യുദ്ധത്തിൻ്റെ ഭീതി അങ്ങ് വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. എന്ത് സംഭവിക്കും, എപ്പോൾ സംഭവിക്കുമെന്ന് എല്ലാവരും ആശങ്കപ്പെടുന്നുണ്ട്. പിന്നെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ ഉണ്ടാവുകയില്ല എന്നൊരു സങ്കല്പത്തിലാണ് വിപണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയരുകയുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള സമയവും സന്ദർഭവും നോക്കി മോദി അത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ ആവുകയില്ല എന്നുമാണ് സാധാരണഗതിയിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് അതേ രീതിയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഫ്ലാറ്റായി തന്നെ ക്ലോസ് ചെയ്തു. ഒരല്പം താഴെ മൈനസ് കാണിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനിടയിൽ വന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. റിലയൻസ് ആണ് ഈ ആഴ്ചയിലെ സ്റ്റാറായിരുന്നത്. ശരിക്കും റിലയൻസിൻ്റെ റിസൾട്ടിന് ശേഷം അത് നന്നായി ഉയരുകയുണ്ടായി. ഏകദേശം ഒരു 8% അത് ഉയർന്നു. നല്ല റിസൾട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അത് ഉയരുകയുണ്ടായി. ഡിവിഡൻഡ് കൊടുക്കുന്നു. 5.5 രൂപയൊറ്റ ഡിവിഡൻഡ് കൊടുക്കുന്നു ഒരു ഷെയറിന്. 1300 മുകളിലേക്ക് പോയി ഷെയർ വില. അതൊക്കെ നല്ല ഇത് തന്നെ. പിന്നെ ഒരു റിസൾട്ട് വന്നത് മികച്ച റിസൾട്ടാണെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന ബജാജ് ഫിനാൻസിൻ്റെതാണ്. അത് ബജാജ് ഫിനാൻസ് അത്ര ശുഭോദർക്കമായ റിസൾട്ടല്ല. മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അവർ പക്ഷേ ഡിവിഡൻഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു, ബോണസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു, സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഷെയർ. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല നിക്ഷേപ സാധ്യത ഇപ്പോഴും തരുന്നു എന്ന് വേണം കരുതാൻ. ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ ഇതൊക്കെ സാധിക്കുക. മറ്റേ ചിലപ്പോഴത് മാർക്കറ്റിൽ അതിൻ്റെ ബോണസ് വരികയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് താഴോട്ട് വരും. അങ്ങനെയാണ് സാധ്യതയുള്ളത്. അത് എവിടെ എത്തും എന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ കിടക്കുന്ന 8,000 മുകളിലുള്ള ലെവലിൽ നിന്ന് അത് 9,000 മുകളിലേക്ക് പോകുമെന്നാണ് കഴിഞ്ഞ റിസൾട്ടിന് ശേഷം അതിന് ബൈ പറഞ്ഞുകൊണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റിങ്ങിൽ ബൈ ആക്കിയിട്ടുണ്ട്. അത് 9,300 9,400 ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അത് 11,000 വരെ പറഞ്ഞ് ജെഫ്രീസൊക്കെ 11,000 അതിൻ്റെ ടാർഗറ്റ് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കാണണം. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നിന്ന സമയത്താണ് അത് റിസൾട്ട് വരുന്നത്. അതോടുകൂടി അത് താഴോട്ട് വരികയാണ് ഉണ്ടായത്. ഈ ആഴ്ച പുറത്തു വന്ന കുറച്ച് വാർത്തകളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം മാർക്കറ്റ് ഇങ്ങനെ യുദ്ധപ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുമ്പോഴും ഇതുപോലെയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രതികരണം ഉണ്ടാവുകയില്ല സാധാരണഗതിയിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡേറ്റകളെക്കുറിച്ച് നാം പറയുന്നു എന്നേ ഉള്ളൂ. അതിനനുസരിച്ച് മാർക്കറ്റ് പിന്നീടായിരിക്കും ചിലപ്പോൾ പ്രതികരിക്കുക. അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാവുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കേണ്ട ചില വാർത്തകളെക്കുറിച്ച് പറയുകയാണ്. IIP ഡേറ്റ പുറത്തു വന്നിരുന്നു ഈ ആഴ്ച. അത് ഒരല്പം മെച്ചപ്പെട്ടാണ്, ഫെബ്രുവരിയേക്കാൾ കുറച്ച് മെച്ചപ്പെട്ടാണ് കാണിച്ചിരിക്കുന്നത്. 3% വന്നിരിക്കുന്നു IIP ഡേറ്റ. അതായത് IIP എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഔട്ട്പുട്ട്. അതിൻ്റെ
ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എത്രയാണെന്ന് കാണിക്കുന്ന GDPയുടെ അതിനുള്ള ഇതാണ്. ഫെബ്രുവരിയിലാണ് ഇത് വന്നതിൻ്റെ 2.7 ആയിരുന്നു ഫെബ്രുവരിയിൽ. അതൊരു 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ആയിരുന്നു അന്നേരം. അതിൽ നിന്ന് ഒരല്പം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. മാർച്ചിൽ അത് 3% മാറി. ആ വ്യത്യാസമാണ് ഒരല്പം മെച്ചപ്പെടുന്നു മാർക്കറ്റ് എന്ന് അല്ലെങ്കിൽ സാമ്പത്തിക രംഗം എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ വലിയ വളർച്ചയൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. 2.7ൽ നിന്ന് 3ലേക്ക് എത്തുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതൊരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആ ഡേറ്റയുടെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, RBI ഇതിൻ്റെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. അത് മെയ് മാസത്തിൽ വാങ്ങാൻ പോകുന്നത് 1.3 lakhs crore ആണ്. അതായത് 1.3 ലക്ഷം കോടി രൂപയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBI ബൈബാക്ക് ചെയ്യും മെയ് മാസത്തിൽ. ഈ മാസത്തിൽ അത് 1.5 lakh crore ബൈബാക്ക് ചെയ്തിരുന്നു. അത് കൂടാതെയാണ് ഇത് വരുന്നത്. ഇത് മാർക്കറ്റിന് വളരെ ഇത് ലിക്വിഡിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇപ്പോൾ ബാങ്കുകളിലേക്ക് കൂടുതൽ പണം ചെല്ലുന്നു എന്നാണ് അതിനർത്ഥം. ആ പണത്തെ വിതരണം ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുന്നു. കുറഞ്ഞ റേറ്റാണ് ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നു. അപ്പോൾ അത് കൂടുതൽ മുതലാക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ്. അത് മാർക്കറ്റിലെ ലിക്വിഡിറ്റിയെ കൂട്ടാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് RBI അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു വാർത്ത, നമ്മളുടെ ആധാറിൻ്റെ IPO വന്നിരുന്നത്. അത് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയി. 1.4% 4 times ആണ് അത് സബ്സ്ക്രിപ്ഷൻ നടന്നിരിക്കുന്നത്. അതൊരു ആശങ്കയിൽ വരുന്ന ഒരു രീതിയിലേക്ക് മാർക്കറ്റ് നോക്കിയിരുന്നതാണ്. അതായത് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആവുമോ എന്നൊക്കെ ഒരു സംശയം ഇതുപോലെയുള്ള മാർക്കറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് 1.4 times സബ്സ്ക്രിപ്ഷനോട് കൂടി ക്ലോസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത് എക്സ്പോർട്ടേഴ്സിന് അതിനകത്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടാതെ തന്നെ എക്സ്പോർട്ടിന് ലോൺ ലഭിക്കുമെന്നുള്ളതാണ്. അതും ഒരു ഇപ്പോൾ ഈ താരിഫൊക്കെ വന്ന് മാർക്കറ്റ് ഇങ്ങനെ ഈ എക്സ്പോർട്ട് എല്ലായിടത്തും കുറഞ്ഞൊക്കെ വരുന്നതനുസരിച്ച് അതിനെ പുഷ് ചെയ്യാനുള്ള ഒരു പരിപാടി ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതാണ്. അത് ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ലോൺ കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്പോർട്ടേഴ്സിന് നല്ലൊരു ഇതാണ്. വേൾഡ് ബാങ്കിൻ്റെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വർഷം ഒരു 12% കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് 12% വിലകൾ താഴാനുള്ള സാധ്യതയാണ് കൊമോഡിറ്റീസിനുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റേ ഓയിലിന് 17% താഴുമെന്നുമാണ് അവർ പറയുന്നത്. ഇതൊന്നും കൃത്യമായിക്കൊള്ളുന്നില്ല കേട്ടോ. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളതിന് ഒരു സാധ്യതയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. അതായത് താരിഫ് യുദ്ധമൊക്കെ വന്നതോടുകൂടി എങ്ങനെ ആയിത്തീരും എന്ന് പറയാറായിട്ടില്ല ഇതുവരെ. ആ രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാലും വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 12% കൊമോഡിറ്റീസിന് താഴ്ചയുണ്ടാകുമെന്നാണ്. അത് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ കൊറോണ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഉയർന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കൊമോഡിറ്റി, ഫുഡ് കൊമോഡിറ്റി, അതുപോലെ അഗ്രികൾച്ചർ കൊമോഡിറ്റീസൊക്കെ. അതിനൊക്കെ പഴയ നിലവാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ വർഷം. അതുപോലെ ക്രൂഡ് ഓയിൽ 17% താഴുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്ന്. അതും മാർക്കറ്റിനെയൊക്കെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളാണല്ലോ അത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു മാന്ദ്യം പ്രവചിക്കുന്ന ഒരു സമയത്ത് ഇല്ല. US-ലാണെങ്കിൽ US-ലെ ഇത് വന്നിരിക്കുന്നത് അവരുടെ എക്കണോമിക് കോൺട്രാക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ചുരുങ്ങുന്നു എക്കണോമി. ഇപ്പോൾ 3.3% ആയിട്ട് ചുരുങ്ങി എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈം ഇൻ 3 years ആണ്. 3 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 0.3% ആണ് എക്കണോമിയുടെ വളർച്ച. അപ്പോൾ അത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അന്താരാഷ്ട്ര മാർക്കറ്റിലും, അതായത് US-ലെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന് തെളിവ് നൽകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഉള്ളത് നമ്മളുടെ ഇൻഡസിൻഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഷെയറിൻ്റെ വില ഇപ്പോൾ പതുക്കെ കയറി പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ CEO രാജിവെച്ചിരുന്നു. അപ്പോൾ CEOയുടെ സ്ഥാനത്ത് 2 സീനിയർ ഓഫീസേഴ്സിനെ വെച്ചുകൊണ്ട് അവർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത വരുന്നത്. അതായത് ഒരു പെർമനൻറ്റ് CEOനെ തീരുമാനിക്കുന്നത് വരെ ഈ കമ്മിറ്റി ആയിരിക്കും ബാങ്കിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ബാങ്കിൽ ഏകദേശം 2 കോടിക്കടുത്തൊരു തട്ടിപ്പ് നടക്കുകയും ഒക്കെ ഉണ്ടായി. 1700 കോടിക്കടുത്ത് മാറ്റിവെക്കത്തക്ക രീതിയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലെ പ്രശ്നങ്ങളുണ്ടായി. അവരത് മാറ്റിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ വില ഇടിഞ്ഞത് തന്നെ. അപ്പോൾ ആ രീതിയിൽ അത് എന്താണെന്ന് കണ്ടെത്താൻ കൂടി ശ്രമിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ നിന്നെല്ലാം ബാങ്കിന് കരകയറാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ മാർക്കറ്റിന് നൽകാൻ ഇതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മാർക്കറ്റിൽ അല്പമായിട്ടാണെങ്കിലും കയറി വന്നു മാർക്കറ്റിൽ ഇൻഡസിൻഡിൻ്റെ വില. അതാണ് ഒരു വാർത്തയുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ വാർത്തകൾ ഇപ്പോൾ അപ്പം വന്നതിനുടനെ തന്നെയുള്ള സ്വാധീനമൊന്നും മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇങ്ങനെ ഒരു യുദ്ധഭയത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ ലെവലിൽ നിന്ന് അതിന് ഉയർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പോസിറ്റീവായിട്ട് സംഭവിക്കണം. അത് നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്നുള്ള ഭയവും എല്ലാവർക്കും ഉണ്ട്. യുദ്ധം ഒരു സ്ട്രൈക്കിൽ ഒതുങ്ങുമോ അതോ യുദ്ധം നീളുമോ, ഇതൊക്കെ ആളുകൾ ആലോചിക്കുന്ന കാര്യമാണ്. മാർക്കറ്റും അതുപോലെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. എനിവേ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷയോടെ തുടരാം. ഇത് സ്ട്രൈക്ക് ഉണ്ടായാൽ തന്നെ അതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറൊന്നും ആകില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാവർക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. ഇതൊക്കെ നിങ്ങൾക്ക് തരാവുന്ന ഓരോ കാര്യങ്ങളാണ്. മടി വിചാരിക്കാതെ നിങ്ങളത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഓപ്റ്റിമസ് ടെക്നോളജീസ്, ഡിക്സൺ ടെക്നോളജീസ് ഇവർക്കൊക്കെ തൈവാനിലെ കമ്പനികളുമായിട്ട് കരാറുണ്ടാകുന്നു. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിക്സൺ ടെക്നോളജിയൊക്കെ താരിഫ് യുദ്ധം വന്ന് പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയ ഒരു ഷെയറാണ്. അതിന് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നു. ഇൻവെസ്റ്റെക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് അവർ തൈവാനിലെ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അവർക്ക് കൂടുതൽ കമ്പ്യൂട്ടറിൻ്റെ ഉൽപ്പന്നങ്ങളാണ്, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പാർട്സുകളും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പ് അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉൽപ്പാദനം കൂട്ടാൻ അവർക്ക് സഹായിക്കും. ഇതൊക്കെ ഡിക്സൺ ടെക്നോളജീസിനും ഓപ്റ്റിമസ് ടെക്നോളജീസ് അത് നേരത്തെ തന്നെ വാർത്തയിലെല്ലാം ഇടം പിടിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഇവർ കൂടുതൽ 2 കമ്പനികളുമായിട്ട്, തൈവാൻ കമ്പനികളുമായിട്ട് കരാർ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.